ഹലോ ഗായ്സ്, വെൽക്കം ടു എമഡൻസ്. ഞാൻ നീരജ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ചലഞ്ച് കൊടുക്കാൻ പോകും. അവന്മാർ എമഡൻസിലോ അംഗം അവരെന്ന് വെച്ചാൽ എപ്പോഴും ഫുൾ ടൈം അടിയാണ്. ആരാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും അടിയാണ്, ഫുൾ ടൈം അടി. സോ അവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ചലഞ്ച് എന്തെന്ന് വെച്ചാൽ, ഈ ചലഞ്ച് ജയിക്കുന്ന ആള് സമ്മതിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ബെസ്റ്റ് ആണ്. ചലഞ്ച് എന്തുവാണ്? എല്ലാത്തിനും ചലഞ്ച് എന്തെന്ന് വെച്ചാൽ 5 മണിക്കൂർ സമയം തരും. നിങ്ങൾ കടയിൽ പോകണം, സാധനം മേടിക്കണം, വന്ന് പെറോട്ട ഉണ്ടാക്കണം. ആ പെറോട്ട ഞാനും എന്റെ അമ്മയും ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ തുടങ്ങും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത സാധനം വാങ്ങി തിരിച്ചു എല്ലാം കൂട്ടും. നിങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ, റെഫറൻസ് വീഡിയോ കാണാൻ 15 മിനിറ്റ് മാത്രമേ സമയം തരൂ. അതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്തിട്ട് തിരിച്ചു വരാൻ 30 മിനിറ്റ് സമയം. പിന്നെ നിങ്ങൾ മേടിക്കുന്ന സാധനം ഷെയർ ചെയ്യാൻ പറ്റും തമ്മിൽ. ചൊപ്രിയും ചേട്ടനും കൂടെ പോയി. ദേ ആർ ലീവിംഗ് ദ ഡോർസ്. ഓർമ്മയുണ്ട് എന്തൊക്കെയാണെന്ന്? മൈദ, സൺഫ്ലവർ ഓയിൽ. പക്ഷെ കിട്ടേണ്ട എല്ലാം കിട്ടി. ഇത്രയും നെയ്യ് മതിയാന്നൊരു സംശയം. ഡാൾഡ കിട്ടി ഗൈസ്. നമുക്കിനി ബാക്കി സാധനം കൂടെ നോക്കാം. ഇത് എത്ര ml? 50 ml. ഇത് 50 ml. ഡാൾഡയ്ക്ക് 90 രൂപ വിലയുണ്ട്. ഡാൾഡേനെ വേണമെന്ന് ഉറപ്പാണോ? 100%. അവന്മാർ സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവന്മാർ തോന്നി. 30 മിനിറ്റ് ടൈമിനുള്ളിൽ സാധനം മേടിക്കണമെന്നായിരുന്നു പറഞ്ഞ. പക്ഷെ 12 മിനിറ്റിലാണ് എല്ലാം മേടിച്ചു വന്നത്. എങ്ങനെ ഈ കുറ്റിയൊക്കെ ഇട്ട് ഇതൊക്കെ തുറന്ന് അവൻ കയറി വന്നാണ്. എത്തിക്കാണോ അവന്മാര് വീട്ടിലെത്തി കാണോ? ഓ പിന്നെ പെറോട്ട, സോഫ്റ്റ് ലെയർ പെറോട്ട. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ചേട്ടനും ചൊപ്രയും കൂടെ പോയിട്ട് ഇതുവരെയായിട്ട് വന്നില്ല. അവർക്ക് ഇനി വെറും 10 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. 10 മിനിറ്റ് അവർ വന്നില്ലെങ്കിൽ അവര് ശരിക്കും ഔട്ടാവും. അവന്മാരെത്തിയിട്ടില്ല. എത്തിയാ അവര്? എടാ നോക്കടാ, ഫുൾ ലോക്ക്. രണ്ടുപേരും എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. നീ എന്തൊക്കെയാണ് മേടിച്ചത്? ഉള്ളത് ക്രിസ്മിയുടെ മൈദയും പിന്നെ ഏതോ ഒരു കമ്പനിയുടെ നെയ്യും, ഡാൽഡ. അൺഹെൽത്തിയാണ് കഴിച്ചത്. പിന്നെ ഇനി കുഴക്കാനായിട്ട് ഒരു ഇതെങ്കിലും തരും, ബൗള്. എല്ലാ കുക്കിനും നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് കൈ കഴുകണം. അതോ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാണ് അവൻ വന്നത്. എൻ്റെ ഇടയിൽ ഞാൻ 3 തവണ കൈ കഴുകി. അത് വീഡിയോയിൽ കിട്ടിയിട്ടൊന്നുമില്ല, ഒരു പ്രൂഫും ഇല്ല. ഉണ്ട് വീഡിയോ കിട്ടി. സോ ഇനി വേണ്ടുന്നത് ടേബിൾ സ്പൂണും ടീസ്പൂണും. ടേബിൾ സ്പൂൺ. According to Shan Gio, it matters. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. 450 grams. ഓക്കെ, 450 ഗ്രാം മൈദയിൽ അവൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ചൊപ്രി പ്രോസസിംഗ് ആണ്. ഉമേഷിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൻ എന്താണ് ചെയ്യണത്. ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉമേഷേ, നിനക്ക് സമയമില്ലടാ. ഇനി ഇവ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് ചൊപ്രി. ഞാൻ മിക്സിംഗ് തുടങ്ങാൻ പോകണം. അല്ലല്ലോ, ഒരു ടേബിൾ. ഓക്കെ, ഉമേഷും 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട്. നീ വെള്ളം ഒഴിച്ചോ? നല്ല കാര്യം. ആക്യുറസിയുടെ രാജാവാണ് കേട്ടോ. അടി നിർത്തണം, അതിനാണ് ഈ ചാലഞ്ച് വെച്ചത്. നിങ്ങൾ എപ്പോഴും അടിയാണ്. നിങ്ങൾ എപ്പോഴും ഡ്രസ് ഇട്ടതിന്റെ പേരിൽ അടി, ഓടാൻ ആരാണ് ഏറ്റവും കിഡിലോ എന്നുള്ളതിന്റെ പേരിൽ അടി, ഏറ്റവും നല്ല ബോഡി ഉള്ള ആർക്കാണെന്നുള്ള അടി, ബോഡി വെയിറ്റിന് വേണ്ടിയിട്ട് അടി, ബുദ്ധിയുള്ളതിന് എല്ലാത്തിനും ചാലഞ്ച് കൊണ്ടുവരണുണ്ട് ഗായ്സ്. പക്ഷെ ഈ ചാലഞ്ച് ആര് ജയിക്കും നമുക്ക് നോക്കാം. പെറോട്ട അടി ചാലഞ്ച്. ഏകദേശം മിക്സിംഗ് ചെയ്ത് തീരാറായും ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഉമേഷ് മിക്സിംഗ് തുടങ്ങാൻ പോയി ഗായ്സ്. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിമിഷം ഉമേഷിന്റെ മിക്സിംഗ്. ഉമേഷ് മിക്സ് ചെയ്യുകയാണ് ഗായ്സ്. ആരാണോ ഏറ്റവും ബെസ്റ്റ് പെറോട്ട പ്രൊവൈഡ് ചെയ്യുന്ന അവരാണ് വിന്നർ. അമ്മയാണ് ഇതിലെ ജഡ്ജ്. ഓക്കെ, എൻ്റെ അമ്മയാണെങ്കിൽ വർക്കിന് വരികയാണ്. അമ്മ വർക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആരാണ് ഉണ്ടാക്കിയതൊന്നും പറയില്ല. അമ്മയുടെ ഫ്രണ്ട് 2 പെറോട്ട കൊണ്ട് വയ്ക്കും. ആ പെറോട്ട അമ്മ കഴിച്ചിട്ട് ഏത് കൊള്ളാമെന്ന് പറയും, അയാൾ ചെയ്യും. ആദ്യം പെറോട്ട കൊള്ളാവോന്ന് നോക്കട്ടെ, പിന്നെ ഇല്ല ചിക്കൻ. പക്ഷേ ഓവർ വെള്ളം വേണ്ട. സത്യം പറഞ്ഞു, വെള്ളം നമ്മൾ കറക്റ്റ് എടുക്കത്തുള്ളൂ. ചൊപ്രിന് ശരിക്കും പെറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ? ഞാൻ കൊറോണ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും കൊറോണ സമയത്ത്, ഇല്ലേ? എനിക്കൊന്നേ പറയുള്ളൂ, ബൗള് പൊട്ടിക്കില്ല. സംഭവം എന്താണെന്നറിയോ? വെള്ളം കൂടിപ്പോയി. അത് ഞാൻ പറഞ്ഞത് കുറച്ചായി പോയിട്ട് അതുപോലെ. ചൊപ്രി അങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത്. ഇനി എന്താണ് ചൊപ്രി അടുത്ത പ്രോസസ്? നീ ഇവിടെ ഇട്ട് ഇതിനൊന്ന് കുഴക്കണം. എന്നിട്ട് കുറച്ച് സംഭവങ്ങൾ അതിന്റെ ദേഹത്ത് പുരട്ടണം. എന്നിട്ട് അടച്ചു വെക്കണം. നിന്റെ പ്ലാൻ എന്താണ് ഇപ്പോഴത്തെ? എന്റെ പ്ലാൻ
ഇതെങ്ങനെയാലും ഒന്ന് നേരെ ആക്കണം. എന്തോ ചെറിയൊരു അബദ്ധം. പ്രൊഫഷണലി ചൊപ്രി പ്രൊഫഷണലൊക്കെ ആയിട്ട് പരത്താനൊക്കെ തുടങ്ങി. നമ്മളിനി അണ്ണന്റെ വീഡിയോ എടുത്തിട്ട് സൊല്യൂഷൻ നോക്കാൻ പോവുകയാണ്. സൊല്യൂഷൻ നോക്കട്ടെ. കൂടിപ്പോയി എന്ത് ചെയ്യട്ടെ. My name is Shan Gio. Welcome to the video. പശപ്പശപ്പ് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് മൈദ അഡീഷണലി ആഡ് ചെയ്തു. ഓക്കെ. ചൊപ്രി ഇതുവരെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മാവ് കുഴച്ചു നല്ല പരുവത്തിലാക്കി വെച്ച് ഇനിയിപ്പം നെയ്യ് ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്ത് ഡാൽഡ ഒഴിച്ച് ഇനി ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അവിടെയല്ല നമ്മുടെ കഥ, ഇവിടെയാണ്. ഉമേഷ് ഈസ് സ്ലോ ആൻഡ് സ്റ്റഡി. സന്തോഷ വാർത്തയുണ്ട്. ഉമേഷ് ഈസ് ബാക്ക് ഗയ്സ്. ഉമേഷ് ഈസ് ബാക്ക്. കർമ്മ ഇപ്പൊ അടിച്ചേനെ. പാത്രം ഒന്ന് ലൂബ്രിക്കേറ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ നമ്മൾ ഈ ഡോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഡോ എടുക്കും, പാത്രത്തിലേക്ക് വെക്കും, നമ്മളിത് തടവി കൊടുക്കും. അപ്പം ചൊപ്രിയുടെ സംഭവം പകുതി കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുഴച്ചു, നെയ്യും ഡാൽഡയൊക്കെ ഒഴിച്ച് അത് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. വെറ്റ് ടവല് നനച്ച് ഇതിന്റെ പുറത്തിന് ഇടാൻ പോയി. പക്ഷെ അപ്പോഴും നമ്മളെ പയ്യൻ പരത്തുവാട് ഗായ്സ്. അവൻ ഇതുവരെ പരുവം കിട്ടിയില്ല. ഉപേക്ഷ പരുവം അപ്പൊ എന്റെ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് പരുവാവാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ നീക്കി വയ്ക്കും. ഇതെന്ത് ഇവന് ഇത്രയല്ലേ ഉള്ളൂ? എവിടെ വരണം? എൻ്റെ സ്ഥലത്ത് എന്തിനു കയറണം? ഇനി എത്ര നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും? ഒരു 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ചൊപ്രി ഇത് മാറ്റി വയ്ക്കാൻ പോകും. പക്ഷെ അപ്പോഴും നമ്മൾ ഉമേഷ് കുഴച്ചോണ്ടിരിക്കുകയാണ്. തളർന്നു ചേട്ടാ പരത്തി പറഞ്ഞ് നമ്മൾ എൻ്റെ പൊറോട്ട പിടിച്ചിട്ട് ഇങ്ങനെ ആക്കാമോ? ഓ ശരിയായിരുന്നു തോന്നുന്നു. പക്ഷെ പരുവായോ ഉമേഷ്? പരിവായി. ഉമേഷ് കംപ്ലീറ്റ് ചെയ്ത്, ചൊപ്രിയും കംപ്ലീറ്റ് ചെയ്തു. ഉമേഷ് നീ എത്ര നേരം റെസ്റ്റിന് വയ്ക്കും? ഉമേഷ് 1 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനി ഒരു 1 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കാണാം. ആഫ്റ്റർ 1.5 hours ഓഫ് റെസ്റ്റിംഗ് ടൈം ചൊപ്രി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓ മൈ ഗോഡ് ചൊപ്രി, ഇതൊരു ഭയങ്കര ഫ്ലഫി സാധനം. ഓ ആ നെയ്യൊക്കെ സൈഡിൽ ഇരുന്ന് കൊള്ളാല്ലേ. എന്താണ് ചൊപ്രി പൊറോട്ടയുടെ ഉരുള ഉണ്ടാക്കുന്നു. ആസ് എ ന്യൂബി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കും. എനിക്ക് നല്ല സംശയമുണ്ട്. ഇവ പാർട്ട് ടൈം ആയിട്ട് തട്ടുകടയിലാണ് നിൽക്കുന്നത്. ഇതാണ് ഉമേഷിന്റെ മാവ് കുഴച്ചല്ലേ ആഫ്റ്റർ റെസ്റ്റിംഗ് ടൈം. അവൻ മൊത്തം 6 ഉണ്ട ഉണ്ടാക്കി. ഉമേഷ് പെർഫെക്റ്റ്. ആ ചൊപ്രി ഇതാ ഉണ്ടയെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പിന്നെയും ചൊപ്രി റെസ്റ്റിംഗ് ടൈമിലോട്ട് പോവുകയാണ്. എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്യും? 20 minutes ഓഫ് റെസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ചൊപ്രി പിന്നെയും വരും. എന്നിട്ട് പരത്തും, എന്നിട്ട് അടിക്കും, ചൂടാക്കും, ജയിക്കും. മേശേ ഉമേഷിന്റെ ഉണ്ട നമ്പർ 1 കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഉമേഷിന്റെ ഉണ്ട. ഉമേഷ് ഈ ചാലഞ്ച് ജയിക്കണം. ചാലഞ്ച് ജയിച്ചാലേ നിനക്ക് അവനെതിരെ ഇനി പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ അവൻ മിണ്ടാതിരിക്കുള്ളൂ. അങ്ങനെ ഉമേഷും കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അവൻ പക്ഷേ മൊത്തം 8 ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ചൊപ്രിയെ സംബന്ധിച്ച് 6 ഉണ്ട ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉമേഷ് എന്താ മൂടി വെച്ചിട്ട് പിന്നെയും ബാക്ക് ടു റെസ്റ്റിംഗ് ടൈം. ഗായ്സ് ചൊപ്രിയുടെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് ഇനി അടുത്ത ചൊപ്രി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മള് പൊറോട്ടയുടെ ഫൈനൽ പൊറോട്ട ആക്കും. ചൊപ്രി പൊറോട്ട എങ്ങനെയാണ് പരത്തണേന്ന് നമുക്ക് നോക്കാം. പക്ഷെ ചൊപ്രി ഇവിടെ പരത്താൻ തുടങ്ങി. ഉമേഷ് അപ്പോഴും വന്നിട്ടില്ല. പക്ഷെ അടിച്ചില്ലെങ്കിൽ പൊറോട്ട ശരിയാവോ ചൊപ്രി? എടാ നീ ജസ്റ്റ് ഒരു ചുമ്മാ ട്രൈ എങ്കിലും ചെയ്തു. ഉമേഷ് കംബാക്ക് അടിച്ചേക്കാണ്. ഇതാ നെയ്യൊക്കെ പുരട്ടാൻ തുടങ്ങി. ചൊപ്രി നീ എന്താ ചെയ്യുന്നത്? ചൊപ്രി ഇതിനെ പൂവാക്കുകയാണ്. എന്നിട്ട് മാറ്റി വയ്ക്കും. അടിക്കാൻ നോക്കും ഉമേഷ്. ഇതിനെ കൊണ്ട് പറ്റിയല്ല. ഓ മൂട് കവൺ ഉമേഷ് പറ്റും. ഉമേഷ് ഉമേഷ് സീൻ ഉമേഷ് മൂട്. എടാ മോനെ ഉമേഷ് മാസാട്ടാ. എങ്ങനെ അടിച്ചോണ്ട് ചൊപ്രി അവ പെറോട്ട അടിച്ച ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അവ ഒന്നും അറിഞ്ഞൂടാതെ ചെയ്തത്. ഓ ഉമേഷ് മൂഡ് ഓൺ മൂഡ് പവറായി.
ചൊപ്രി കമോൺ ചൊപ്രിത ഇവിടെ രണ്ടാമത്തെ പൊറോട്ടയുടെ ഉണ്ട മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ ലേറ്റ് ആയിട്ട് ഉമേഷ് ഇപ്പൊ 1 മിനിറ്റ് സ്പീഡിൽ ചെയ്യണം കാര്യങ്ങൾ. ഉമേഷിന്റെ മൂന്നാമത്തെ പൊറോട്ട ഇവിടെ അടിച്ചു കഴിഞ്ഞു. ഇപ്പതാ നോക്ക്, ചൊപ്രി രണ്ടാമതും 2 അടിച്ചു കഴിഞ്ഞപ്പോൾ ഉമേഷ് മൂന്നാമത്തെ അടിച്ചു കഴിഞ്ഞ് 4ാമത്തേലോട്ട് പോവുകയാണ്. അവസാനമായപ്പോ ആവേശമാണ് ഇവിടെ, ആവേശം. ഇവരുടെ രണ്ടാമത്തെ പൊറോട്ട ചൊപ്രി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചൊപ്രിയുടെ ആദ്യത്തെ പൊറോട്ട. ഓക്കെ സോറി. ഉമേഷ് പൊറോട്ട അടി നിർത്തി. ആദ്യത്തെ പൊറോട്ട ഉമേഷ് പരത്തിയാണ്. ഉമേഷ് എത്രത്തോളം സക്സസ് ആയത് ഇതില്? ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും സക്സസ് ആണ്. ഉമേഷ് വെയിറ്റ് ചെയ്യണം അടുത്തിടാൻ വേണ്ടി. കാരണം നമുക്കിവിടെ ഒറ്റ പാനേ ഉള്ളൂ. നല്ല മൊരിച്ചടിക്കണു ചൊപ്രി പൊറോട്ട. ഇല്ല, വിചാരിച്ചത്ര സക്സസ്ഫുൾ ആയില്ലേ? ഇല്ല. ഓക്കെ. സോ ഉമേഷിന്റെ ആദ്യത്തെ പൊറോട്ട ഉമേഷ് ഇട്ടിരിക്കുന്നു ഗായ്സ്. ഉമേഷിന്റെ പൊറോട്ട കാണാൻ കുഴപ്പമില്ല, ചൊപ്രിയെ പോലെ തന്നെ ഏകദേശം. ചൊപ്രിയുടെ പൊറോട്ട നീ ഓൾറെഡി കണ്ടല്ല. നിന്റെ മനസ്സെന്താണ് പറയുന്നത്? കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അവന്റെ നിന്റെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ടേസ്റ്റ് ആയിട്ടല്ലേ അറിയാൻ പറ്റൂ. 9 മണിയാവിന് വെറും 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉമേഷ് 1 പൊറോട്ട ഉണ്ടാക്കി. ചൊപ്രിയെ സംബന്ധിച്ച് ചൊപ്രി 2 പൊറോട്ട ഉണ്ടാക്കി. ഇത് 3ാമത്തെ പൊറോട്ടയാണ് ചൊപ്രി. ഉമേഷ് അവിടെ നിന്ന് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമേഷിന് ഇഷ്ടപ്പെട്ടെന്നാണ് പൊറോട്ട അടിക്കണം. ഉമേഷ് 2 മിനിറ്റും കൂടെ ഉള്ളൂ. ചൊപ്രി നീ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാ? പൊറോട്ട അടിക്കണം. ഓക്കെ. ചൊപ്രി 3 പൊറോട്ട ഉണ്ടാക്കിയതിനു ശേഷം 3 പൊറോട്ട കൂടെ ഒരുമിച്ച് അടിക്കുകയാണ്. ഉമേഷിന്റെ രണ്ടാമത്തെ പൊറോട്ട ഉമേഷ് കൊണ്ട് പാനിൽ ഇട്ടേക്കാണ്. ഉമേഷ് ചൊപ്രിയുടെ നെയ് മോഷ്ടിച്ചു. ഉമേഷ് ആരും ഓഫ് ചെയ്ത് വെച്ചടാ. ഗായ്സ് ഇനി 9 മണിയാവും. വെറും 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ആ 1 മിനിറ്റിനുള്ളിൽ ഉമേഷിന് ആ പൊറോട്ട അടിച്ചു തീർക്കാൻ പറ്റില്ല നോക്കാം. അത് ഇടാൻ നിനക്ക് സമയമില്ല. ഇത് അടിക്കാൻ പറ്റൂലെങ്കിൽ നിനക്കിനി 30 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. 30 സെക്കൻഡ് മാത്രം സമയമില്ല. അടിക്ക്. മേശ ഇനി വെറും 20 സെക്കൻഡ് മാത്രം. 20 സെക്കൻഡ്. കമോൺ യു ക്യാൻ. മേശ ഇനി വെറും 10 സെക്കൻഡ് മാത്രം. 3, 2, 1 ഗൈസ്. ചലഞ്ച് തീർന്നിരിക്കുകയാണ്. എനിക്ക് 2 പൊറോട്ട കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി അമ്മ പൊറോട്ട ഉണ്ടാക്കിയാലും ഇതിലെ പൊറോട്ട ഞാൻ കൊടുക്കും. ചൊപ്രി മൊത്തം 3 പൊറോട്ട ഉണ്ടാക്കി. ഉമേഷ് മൊത്തം 2 പൊറോട്ട ഉണ്ടാക്കി. നമ്മൾ ആദ്യം തുടങ്ങിയപ്പം ഉമേഷ് ഭയങ്കര ലാഗിങ് ആയിരുന്നു. ചൊപ്രി ഭയങ്കര സ്പീഡിലായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്ന. കുറച്ച് കഴിഞ്ഞപ്പം ഹോട്ടലിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഉമേഷ് പെട്ടെന്ന് ചൊപ്രി കടത്തി വെട്ടി. ഇത് ചൊപ്രി ഉണ്ടാക്കിയത്, ഇത് ഉമേഷ് ഉണ്ടാക്കിയതുമാണ്. അമ്മയാണ് കഴിച്ചു നോക്കിയിട്ട് ഏതാണ് ഏറ്റവും നല്ല പൊറോട്ട എന്ന് പറയാൻ പോകുന്നത്. ഇതിലൊന്ന് ഉമേഷിന്റെ ഒന്ന് ചൊപ്രി ഉണ്ടാക്കിയതുമാണ്. അപ്പൊ അമ്മ കഴിച്ചിട്ട് അമ്മയുടെ അഭിപ്രായം വേണം ഏത് പൊറോട്ട കൊള്ളാം രണ്ടിലെങ്കിലും ഒന്ന്. പ്രസന്റേഷൻ വൈസ് ഏത് കൊള്ളാം? അത് കണ്ടിട്ട് പൊറോട്ടയുടെ ലുക്ക് കൊടുക്കണേ ഏതാണ്? അത് പൊറോട്ടയുടെ ലുക്ക് കൊടുക്കണം. പ്രസന്റേഷൻ വൈസ് ഇതാണ് കൊള്ളാന്നുള്ളത് അല്ലേ? ടേസ്റ്റും കൂടെ കൊള്ളാം. അടുത്ത പൊറോട്ട ബയാസ്ഡ് ആയാലും ടേസ്റ്റ് രണ്ടും ഒരുപോലെ, പക്ഷെ ഇത് വെന്തില്ല, കുറച്ചുകൂടെ മുരിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ക്രിസ്പിയും ഇത് ഭയങ്കര സോഫ്റ്റും ആണെന്നാണ് ഞാനും കൂടെ കഴിച്ചത്. അത് കഴിച്ചിട്ട് ഇത് കഴിച്ചു. ജെന്യുവിൻ അഭിപ്രായമാണെങ്കിൽ രണ്ടുപേരും നല്ല എഫേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു നല്ലതെന്ന് പറഞ്ഞാൽ ക്രിസ്പിയാണ്. ഇതെന്ന് വെച്ചാൽ സംഭവം കൊള്ളാം, പക്ഷെ വെന്തിട്ടില്ല. അതായത് കുറച്ചും കൂടെ കുക്ക് ചെയ്തിരുന്നെങ്കിൽ. അമ്മയ്ക്ക് ഏത് ഇഷ്ടപ്പെട്ട ഒന്ന് പറയാം അമ്മ, അങ്ങനെ പറഞ്ഞുകൂടാ. ഇത് ഒരു പോയിന്റ് കൂടുതലേ ഉള്ളൂ. ഇത് കൊള്ളാം. അവർ വിന്നർ ഈസ് ചൊപ്രിയാണ് ജയിച്ചിട്ടുള്ള. പക്ഷെ ചൊപ്രി ജയിച്ചെങ്കിലും ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ അറിയാം ഇത് എത്ര എഫേർട്ട് ഇട്ട് ഇവിടം വരെ എത്തി. ഉമേഷിന് എന്താണ് പറയാനുള്ളത് ചൊപ്രിയുടെ അടുത്ത്? കുക്കില് നീ ബെസ്റ്റ്. അങ്ങനെയല്ല, വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറ. അവൻ പറഞ്ഞത് എല്ലാത്തിലും എങ്ങനെ പറയും? ഈ ഒറ്റ കാര്യം വെച്ച് എല്ലാത്തിലും എങ്ങനെ പറയും? തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉമേഷ് ചൊപ്രിയുടെ അടുത്ത് പറയേണ്ടതാണ് നീയാണ് ബെസ്റ്റ്. അത്രേ ഉള്ളൂ. ഇതാണ് കുഴപ്പം. ഇനി അടി ഉണ്ടാക്കില്ല നിങ്ങൾ. പ്ലീസ് ഗൈസ്, ഒറ്റ കാര്യമല്ലേ നോക്കിയുള്ളൂ, വേറെ ചെയ്യാൻ താല്പര്യം എന്തെങ്കിലും ഓണാണ്. ഗൈസ് നിങ്ങൾ പറയാം, കുക്കിംഗ് മാത്രമല്ല എല്ലാ മേഖലയിലും പവർ, സ്ട്രെങ്ത്, ബുദ്ധി എല്ലാ തരത്തിലുള്ള വേണമെങ്കിൽ ഒരു ഗെയിം കണ്ടക്ട് ചെയ്യാം. ഇതിൽ ആര് ജയിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ പറയണം. നമ്മൾ അതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സോ ഗൈസ്, ഇനി ഇതേപോലത്തെ അടിപൊളി കോൺഫ്ലിക്റ്റിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ചലഞ്ചിങ് വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമുക്കുക. ആൻഡ് സൈനിങ് ഓഫ്. ബൈ.